ഹലോ, ഇന്നൊരു എംബ്രോയിഡറി ട്യൂട്ടോറിയൽ ആണ് കേട്ടോ. സ്റ്റിച്ചിന്റെ പേര് ഷോർട്ട് ആൻഡ് ലോങ് സ്റ്റിച്ച് എന്നാണ് കേട്ടോ. ഒരു എംബ്രോയിഡറി ആണ്, അതായത് ഷോർട്ടും ലോങ്ങും ആയിട്ടുള്ള സ്റ്റിച്ച് കൊടുക്കുന്നതിനാണ് ഷോർട്ട് ആൻഡ് ലോങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതിനായിട്ട് നമുക്കൊരു 4 വര വേണം കേട്ടോ. അതിനായിട്ട് അതായത് ആ വരയുടെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4 ഇഞ്ച് പോലും തികച്ച് വേണ്ട, അങ്ങനെ എടുത്താലായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കുക. അധികം വീതി വരുവാണെന്നുണ്ടെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിന് 2 ത്രെഡാണ് വേണ്ടത്, 2 കളറിലെ ത്രെഡാണ് വേണ്ടത്. ഇതൊക്കെ കൂടുതൽ ഡബിൾ കളറുള്ള ഒരു ചുരിദാറിലൊക്കെ കൊടുക്കാൻ അടിപൊളിയായിട്ട് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് സൂചി ആദ്യം അടിയിൽ നിന്ന് ഫസ്റ്റ് ലൈനിൽ നിന്ന് താഴെ കുത്തി വെളിയിലോട്ട് സൂചി എടുക്കുക. ശേഷം മൂന്നാമത്തെ ലൈനിൻ്റെ വര സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം കേട്ടോ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വര സ്ട്രൈറ്റ് ആയിട്ട് വരണം, ഒരു കാരണം വെച്ചാലും വളഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ആദ്യം ഒരു ലോങ് സ്റ്റിച്ച് എടുത്തതിന് ശേഷം രണ്ടാമത് അടിയിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഷോർട്ടായിട്ട്, അതായത് രണ്ടാമത്തെ ലൈനിലോട്ട് കൊടുക്കുക. മൂന്നാമത് സൂചി അടിയിൽ നിന്ന് കുത്തി പുറത്തോട്ട് എടുത്തതിന് ശേഷം ഇതൊക്കെ ടോപ്പിൽ നിന്ന് കുത്തി വരുന്നതാണ് കേട്ടോ, മേലെ ഭാഗത്തെ ലൈനിൽ നിന്ന് കുത്തി വരുന്നതാണ്. ശേഷം വീണ്ടും മൂന്നാമത്തെ ലൈനിലോട്ട് കുത്തുക, നാലാമതൊരു സ്റ്റിച്ച് എടുത്തിട്ട് രണ്ടാമത്തെ ലൈനിലോട്ട് കുത്തുക, അഞ്ചാമതൊരു സ്റ്റിച്ച് എടുത്തിട്ട് മൂന്നാമത്തെ ലൈനിലോട്ട് കുത്തുക. ഇതേ ഇങ്ങനെ കറക്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഫുള്ളി ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതായത് സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട്. നമുക്ക് ഇവിടെയും നമുക്ക് സീക്വൻസോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ് ഒക്കെ കൊടുക്കാം കേട്ടോ, നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ചെയ്യാനുള്ള എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെ സൂചി, അതായത് ഓരോ പ്രാവശ്യം കുത്തി എടുക്കണ്ടല്ലോ, അല്ലാണ്ട് എങ്ങനെ കുത്തി എടുക്കാമെന്നും കൂടെ ഞാൻ ഇതിനകത്തോട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മൾ ലൈന് വരച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഡ്രസ്സ് എടുത്ത് വെക്കുക, അതിനകത്ത് കറക്റ്റായിട്ട് ലൈൻ വരച്ചതിന് ശേഷം റിങ്ങിലോട്ട് വെച്ച് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ സൂചി കുത്തി എടുക്കണം. ലൈൻ നമ്മൾ റിങ്ങിൽ കൊടുത്തതിന് ശേഷം വളഞ്ഞും തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് കാര്യമാക്കേണ്ട ആവശ്യമേ ഇല്ല. ആ വളഞ്ഞ രീതിക്ക് തന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റിങ്ങുന്ന ഡ്രസ്സ് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഫൈനലായിട്ട് കാണുമ്പോൾ കറക്റ്റ് ലൈനായിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതിന് ശേഷം രണ്ടാമത് കളർ ഒരു ത്രെഡ് എടുക്കുന്നുണ്ട്. ആ ത്രെഡ് ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കൊടുക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് അടുപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ രണ്ടാമത്തെ ത്രെഡ് എടുക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ത്രെഡിൽ നമ്മൾ ലോങ് സ്റ്റിച്ച് ആണല്ലോ ഫസ്റ്റ് കൊടുത്തത്, അപ്പോൾ രണ്ടാമത്തെ ത്രെഡിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഷോർട്ട് സ്റ്റിച്ച് ആയിരിക്കും കൊടുക്കേണ്ടത്. സെക്കൻഡ് കൊടുക്കുമ്പോൾ ലോങ് സ്റ്റിച്ച്, രണ്ടാമത് കൊടുക്കുമ്പോൾ ഷോർട്ട് സ്റ്റിച്ച്, അങ്ങനെ വേണം കൊടുക്കേണ്ടത്. അതായത് വലിയ ലൈനും ചെറിയ ലൈനും നമുക്ക് കാണാൻ പറ്റുമല്ലോ, അതിനനുസരിച്ച് ഷോർട്ടാണോ ലോങ് ആണോ എന്ന് നോക്കി പ്രത്യേകം ശ്രദ്ധിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ മാറിപ്പോയി കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി വലിയ ഭംഗിയൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് 2 കളർ ത്രെഡ് വെച്ച് കാണിച്ചു തരുന്നുണ്ട്. കാരണം വൈറ്റ് കളർ ത്രെഡിന് ശേഷം വേറെ ഏതെങ്കിലും കളർ ത്രെഡ് വെച്ച് എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രണ്ടാമത് ഒരു കളർ ത്രെഡും കൂടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് പോലെ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ അല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ബിഗിനേഴ്സിനും കൂടെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് അറിയിക്കണം കേട്ടോ, എങ്ങനെയുണ്ട് എന്ന്. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോകുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിച്ചാൽ മതി, ഞാനതെങ്ങനെ ക്ലിയർ ചെയ്യണമെന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.